Hi, welcome back to my class. It's me Needu. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോസ്റ്റ് ഇക്കണോമിക്കൽ ചാനൽ എന്താണ്, മോസ്റ്റ് ഇക്കണോമിക്കൽ റെക്റ്റാങ്കുലർ ചാനലിൻ്റെ കണ്ടീഷൻസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു മോസ്റ്റ് ഇക്കണോമിക്കൽ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചാനൽ ഈസ് സെറ്റ് ടു ബി മോസ്റ്റ് ഇക്കണോമിക്കൽ വെൻ ദി കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഷുഡ് ബി മിനിമം വിത്ത് മാക്സിമം ഡിസ്ചാർജ് മാക്സിമം ആയിരിക്കണം, പക്ഷേ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കുറയുകയും വേണം. അതിന് നമ്മൾ കണ്ടെത്തിയൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് വെറ്റഡ് പെരിമീറ്റർ മിനിമം ആക്കി കീപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിനുള്ള ഡെറിവേഷൻസ് ആയിരുന്നു ആദ്യം നമ്മൾ ചെയ്തു വെച്ചത്. എന്തുകൊണ്ടാണ് ഡിസ്ചാർജ് കൂടണമെങ്കിൽ വെറ്റഡ് പെരിമീറ്റർ കുറയണമെന്ന് പറയുന്നതിന് നമ്മൾ തിയറിറ്റിക്കലി പ്രൂവ് ചെയ്തു. ക്യൂവും പിയും, അതായത് ഡിസ്ചാർജും വെറ്റഡ് പെരിമീറ്ററും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പ്രൂവ് ചെയ്തു. അതുകൊണ്ട് ക്യൂ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പി കുറഞ്ഞേ പറ്റുള്ളൂ. ഓക്കെ, അതിൻ്റെ ബേസിലായിരുന്നു നമ്മൾ റെക്റ്റാങ്കുലർ ചാനലിൻ്റെ കണ്ടീഷൻസ് ഡിറൈവ് ചെയ്തത്. എന്തൊക്കെയായിരുന്നു റെക്റ്റാങ്കുലർ ചാനലിൻ്റെ കണ്ടീഷൻസ് ഓർമ്മയുണ്ടോ? ബ്രെഡ്ത്ത് ബി ഈക്വൽ ടു 2 times ഓഫ് ദി ഡെപ്ത് ആയിരിക്കണം, അതായിരുന്നു ഫസ്റ്റ് കണ്ടീഷൻ. ദെൻ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എം ഈക്വൽ ടു D/2 ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസ് ഫോളോ ചെയ്തിട്ടുള്ള റെക്റ്റാങ്കുലർ ചാനലാണെന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ് ഇക്കണോമിക്കൽ ചാനലാണ്, അല്ലെങ്കിൽ മോസ്റ്റ് എഫിഷ്യൻറ്റ് ചാനലാണ്. ഓക്കെ, അതായിരുന്നു പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോസ്റ്റ് ഇക്കണോമിക്കൽ ട്രപ്പിസോയിഡൽ ചാനലാണ്. ഒരു ട്രപ്പിസോയിഡൽ ചാനൽ എപ്പോഴാണ് മോസ്റ്റ് ഇക്കണോമിക്കൽ ആവുന്നത്, ആ ഒരു കണ്ടീഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ കണ്ടീഷൻസ് അങ്ങ് പറഞ്ഞേക്കാം. 3 കണ്ടീഷൻസ് ആണുള്ളത്. റെക്റ്റാങ്കുലർ ചാനലിനായിരുന്നപ്പം 2 കണ്ടീഷൻസ് ആണ് ഉണ്ടായിരുന്നത്, പക്ഷേ ട്രപ്പിസോയിഡൽ ചാനലിനാകുമ്പോഴത്തേനും 3 കണ്ടീഷൻസ് ആണ്. ആ 3 കണ്ടീഷൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിറൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു 3 കണ്ടീഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് അറിഞ്ഞിരിക്കുന്ന വേണം. എന്നിരുന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോസിലൊക്കെ വരുന്ന പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ദി കണ്ടീഷൻസ് ആ എന്തൊക്കെയായിരുന്നു കണ്ടീഷൻസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, half of the top width equal to length of one of sloping sides. ഒരു റെക്റ്റാങ്കുലർ ചാനലിൻ്റെ സ്ലോപ്പിംഗ് സൈഡിന് ഈക്വൽ ആയിരിക്കണം എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത്, അതായിരുന്നു ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് വൺ, ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എം ഈക്വൽ ടു D/2. ഇറ്റ് ഇസ് സിമിലർ ടു റെക്റ്റാങ്കുലർ ചാനലിൻ്റെ അതേ കണ്ടീഷൻ ആയിരുന്നു അത്. ഓക്കെ, തേർഡ് വൺ, എ സെമി സർക്കിൾ ഡ്രോൺ ഫ്രം ദി drawn from center of top width with radius equal to depth of flow will touch the three sides of the channel. ഈ ട്രപ്പിസോയിഡൽ ചാനലിൻ്റെ ടോപ്പ് വിഡ്ത്തിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യും. അവിടെ നിന്ന് ഒരു സെമി സർക്കിൾ ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സെമി സർക്കിൾ അതിൻ്റെ 3 സൈഡ്സ്, അതായത് അടിവശം 2 സൈഡ്സിനെ ടച്ച് ചെയ്തുകൊണ്ടായിരിക്കണം പാസ് ചെയ്യണം എന്നുള്ളതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ എന്താണ്? അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോയ്ക്ക് ഈക്വൽ ആയിരിക്കണം. ആ ഒരു കണ്ടീഷൻ കൂടി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? മോസ്റ്റ് ഇക്കണോമിക്കൽ ട്രപ്പിസോയിഡൽ ചാനലാണ്. ഈ ഒരു 3 കണ്ടീഷൻസ് ആണ് ഒരു ട്രപ്പിസോയിഡൽ ചാനലിനകത്ത് വരുന്നത്. ഈ ഒരു 3 കണ്ടീഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ട്രപ്പിസോയിഡൽ ചാനലിൻ്റെ ഫിഗർ വരയ്ക്കാം. ഇതുപോലൊരു ട്രപ്പിസോയിഡൽ ചാനൽ, അതിൻ്റെ ഇത്രയും പോർഷൻ വാട്ടർ ഫിൽഡ് ആണ്. ബോട്ടം വിഡ്ത്ത് B ആണ്. ദെൻ ഡെപ്ത് ഓഫ് ഫ്ലോ, അതായത് വെള്ളം നിറഞ്ഞിട്ടുള്ള മാത്രം ഹൈറ്റ് D ആണ്, ഡെപ്ത് ഓഫ് ഫ്ലോ. ഓക്കെ, ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് B എന്താണ് D എന്താണെന്നുള്ളത്. നമുക്ക് ഈ ഒരു ട്രപ്പിസോഡിനൊരു പേര് കൊടുക്കാം. A, B, C and D.
ഓക്കെ, ജസ്റ്റ് ഒന്ന് നെയിം ചെയ്തു എന്നേ ഉള്ളൂ, നമുക്ക് ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നെയിം ചെയ്തു എന്ന് മാത്രം. ദെൻ ഈ ഒരു സൈഡിൻ്റെ സ്ലോപ്പ്, ഹൊറിസോണ്ടലുമായിട്ട് സൈഡ് ഉണ്ടാക്കുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് 1:n ആണ്, അല്ലെങ്കിൽ 1/n എന്ന് പറയാം. 1 വെർട്ടിക്കൽ n ഹൊറിസോണ്ടൽ. സൈഡ് സ്ലോപ്പ് ഈക്വൽ ടു, ഈ സൈഡിൻ്റെ സ്ലോപ്പാണ് തന്നിരിക്കുന്നത്. സൈഡ് സ്ലോപ്പ് ഈക്വൽ ടു 1 വെർട്ടിക്കൽ ടു n ഹൊറിസോണ്ടൽ. ക്ലിയർ? ഇത്രയാണ് നമുക്ക് ഗിവൺ ഡാറ്റാസ് ഉള്ളത്. ഇത് നമ്മൾ ഫസ്റ്റ് കണ്ടീഷനാണ് ഡിറൈവ് ചെയ്യണത് കേട്ടോ. ഫസ്റ്റ് കണ്ടീഷനാണ് ഡിറൈവ് ചെയ്യണേ. അതിനകത്ത് ഏരിയ ഓഫ് ദി സെക്ഷൻ, ഏരിയ ഓഫ് ദി സെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു സെക്ഷൻ്റെ ഏരിയ. ഓക്കെ, ഈ ഒരു സെക്ഷൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ട്രെപ്പിസോയിഡിൻ്റെ ഏരിയ കാണുക? ഇങ്ങനെയൊരു ട്രെപ്പിസോയിഡാണ്. ഇതിൻ്റെ ഈ സൈഡ് എ, ഈ സൈഡ് ബി. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഡി ആണെങ്കിൽ എന്താണ് ഏരിയ വരുന്നത്? a+b/2 ഇൻറ്റു ഡി. ഓക്കെ, ഇതാണ് ഈ ഒരു ട്രെപ്പിസോയിഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് ഒരു ട്രെപ്പിസോയിഡിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഏരിയ കാൽക്കുലേഷനാണ്. ഓക്കെ, ഏരിയ ഓഫ് ദി ട്രെപ്പിസോയിഡ് എന്ന് പറയുന്നത് അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമ്മളുടെ ഈ ഒരു ഫിഗറിനകത്ത് വരുന്നത് എന്താണ്? AD + BC, അതായത് മുകളിലത്തെ വശവും താഴത്തെ വശവും /2 ഇൻറ്റു അതിൻ്റെ ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറയുമ്പം ഡി ആണ്, അപ്പോൾ ഹൈറ്റ് ഡി. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി. എ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എല്ലായിടത്തും വാല്യൂസ് കൊടുക്കാം. AD എന്ന് പറയുന്നത് എന്താണ്? ഈ ലെങ്ത് ആണ്. AD എന്ന് പറയുന്നത് ഇത്രയും ലെങ്ത് ആണ്. ഈ ഒരു എൻഡ് വരെയുള്ള ഈ ഒരു ലെങ്ത്ത്, ഇതാണ് AD എന്ന് പറയുന്നത്. പക്ഷേ ADയുടെ ലെങ്ത്ത് നമുക്ക് അറിയില്ല, അല്ലേ? ADയുടെ ലെങ്ത്ത് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് ADയുടെ ലെങ്ത്ത് കാണണം. AD എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. AD എത്രയാണെന്ന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണേ? നമുക്കിത് ഈ ഒരു സംഭവം ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതാ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റെക്റ്റാങ്കിളായി മാറി. ഇതിൻ്റെ ഈ ഒരു സൈഡും ഈ താഴത്തെ ഭാഗവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സൈഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെയുണ്ട് അത്രയും പോർഷൻ. ഇതിപ്പം x ആണെങ്കിൽ ഈ സൈഡും എന്തായിരിക്കും? x ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായി? x + b + x. ആ ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്, അല്ലേ? കറക്റ്റ് അല്ലേ പറഞ്ഞേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ x എത്രയാണെന്ന് കണ്ടുപിടിക്കണം. x കാണാൻ വേണ്ടി നമുക്ക് ആകെ ഒരു സംഭവം മാത്രമേ അറിയുള്ളൂ. ഇവിടെ ഒരു സ്ലോപ്പ് തന്നിട്ടുണ്ട്, സൈഡ് സ്ലോപ്പ് തന്നിട്ടുണ്ട്. 1 വെർട്ടിക്കൽ ടു n ഹൊറിസോണ്ടൽ എന്നുള്ള കണ്ടീഷൻ. 1 വെർട്ടിക്കൽ ആണ്. ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമുക്ക് അറിയാവുന്നതാണ്. അതായത് 1ന് കറസ്പോണ്ട് ആയിട്ടുള്ള ഡിസ്റ്റൻസ് d ആണ്. n-ന് കറസ്പോണ്ട് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. n-ന് കറസ്പോണ്ട് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് അറിയേണ്ടത്. സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. 1-ന് d ആണെങ്കിൽ n-ന് എത്രയായിരിക്കും? nd, അല്ലേ? 1-ന് കറസ്പോണ്ട് ആയിട്ടുള്ള d ആണ്. സോ n-ന് കറസ്പോണ്ട് ആയിട്ട് വരുന്നത് എത്രയാണെന്നുള്ളത് നോക്കുമ്പോൾ nd ആണ് വരിക. സോ x എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? nd. ക്ലിയർ ആണല്ലോ? nd എന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ സിമിലർലി ഇവിടെ എന്തായിരിക്കും? nd തന്നെ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായി? nd + b + nd വിച്ച് ഈസ് ഈക്വൽ ടു b + 2nd. ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പ് വിഡ്ത്ത് ഈക്വൽ ടു b + 2nd. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത് ഇനി ഈ ടേമിൽ നമ്മൾ പല ഭാഗത്തായിട്ട്, ഡെറിവേഷൻ്റെ പല ഭാഗത്തായിട്ട് നമുക്ക് കേൾക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ AD ഈക്വൽ ടു, ഞാനിവിടെ ഒന്നുകൂടി മാർക്ക് ചെയ്യുന്നുണ്ട്, ND + b + ND b + 2nd. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതെന്താണ്? ടോപ്പ് വിഡ്ത്ത് ആണ് കേട്ടോ. ടോപ്പ് വിഡ്ത്ത് ഈക്വൽ ടു b + 2nd. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇവിടെ വാല്യൂസ് കൊടുക്കാം. AD ഈക്വൽ ടു ടോപ്പ് വിഡ്ത്ത് ആണ്. ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ b + 2nd. ADയുടെ പോർഷൻ റെഡിയായി. പ്ലസ് BC എന്ന് പറഞ്ഞാൽ താഴത്തെ സൈഡ് വിച്ച് ഈസ് ഈക്വൽ ടു b /2 കൂടെ ആരുണ്ട്? ഇൻറ്റു d എന്ന് പറഞ്ഞ ടേം ഉണ്ട്. ഓക്കെ, നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. 2b
ബി പ്ലസ് 2ND പ്ലസ് ബി ആണ്. ഇപ്പോൾ 2B പ്ലസ് 2ND ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡി. 2നെ കോമൺ ആക്കി എടുക്കാമല്ലോ. 2 ഇൻറ്റു ബി പ്ലസ് ND ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡി. 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് എന്ത് മാത്രമാണ്? ബി പ്ലസ് ND ഇൻറ്റു ഡി. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഏരിയയുടെ ഇക്വേഷനായി. ഞാനിതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡിക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. എ ഈക്വൽ ടു ബി പ്ലസ് ND ഇൻറ്റു ഡി. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ബി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഈ ഡീനെ പുറത്തേക്ക് കൊണ്ടുമ്പോൾ എ ബൈ ഡി ഈക്വൽ ടു ബി പ്ലസ് ND, ദെൻ ബി ഈക്വൽ ടു എ ബൈ ഡി മൈനസ് ND. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. ദെൻ നമുക്ക് വെറ്റഡ് പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. വെറ്റഡ് പെരിമീറ്റർ ഡിസ്ചാർജ് മാക്സിമം ആവണമെന്നുണ്ടെങ്കിൽ വെറ്റഡ് പെരിമീറ്റർ പി ഷുഡ് ബി എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. അപ്പോൾ വെറ്റഡ് പെരിമീറ്റർ പി എന്താണെന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. ഈ ഫിഗർ നോക്കിയാൽ അറിയാം വെറ്റഡ് പെരിമീറ്റർ എന്താണ്. ഈ ഒരു സൈഡാണ് വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. ലിക്വിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആ ഒരു ലെങ്ത്ത്, അതായത് AB പ്ലസ് BC പ്ലസ് CD. അത്രയും തന്നെയാണുള്ളത്. AB പ്ലസ് BC പ്ലസ് CD. ഓക്കെ, ABയും CDയും എന്താണ്? ഈക്വൽ ആണ്. രണ്ടും എന്താണ്? ഈ ഒരു സ്ലോപ്പിംഗ് സൈഡുകളാണ്. ക്ലിയർ ആണല്ലോ? സ്ലോപ്പിംഗ് സൈഡാണ് AB ആൻഡ് CD. നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. ABനെ ഞാൻ CD എന്ന് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടും ഈക്വൽ ആണല്ലോ. ജസ്റ്റ് നെയിം ചെയ്തു എന്നേ ഉള്ളൂ. 2CD, 2 CD ഉണ്ടാവും അല്ലേ. CD പ്ലസ് CD 2CD പ്ലസ് BC. ഓക്കെ, ഇതിനകത്ത് നമുക്ക് CD എന്താണെന്ന് അറിയാവോ? സ്ലോപ്പിംഗ് സൈഡിൻ്റെ ലെങ്ത് എത്രയാണെന്ന് അറിയാവോ? ഇല്ല, അറിയില്ല. BC എത്രയാണെന്ന് എത്രയായിരുന്നു? BC ഈക്വൽ ടു B ആണ്. അപ്പോൾ സ്ലോപ്പിംഗ് സൈഡ് CD കണ്ടുപിടിക്കണം. സ്ലോപ്പിംഗ് സൈഡ് CD കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഇവിടെയുള്ള ഈ കുഞ്ഞു ട്രയാങ്കിളിനെ നമുക്കൊന്ന് റീഡ്രോ ചെയ്യാം. ജസ്റ്റ് ഒന്ന് റീഡ്രോ ചെയ്തിട്ടുണ്ട്. ഇത് എക്സ്റ്റെൻഡഡ് ലെങ്ത് ആണ്, ട്രപ്പിസോഡലിൻ്റെ ഭാഗമല്ല. ഓക്കെ, ഇതിനകത്ത് ഈ സൈഡ് എത്രയായിരുന്നു? ND അല്ലേ. ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ND ആണ്. നമ്മൾ എന്തെന്ന് ഡിറൈവ് ചെയ്താണ്? അതിൻ്റെ ആ സ്ലോപ്പിൽ നിന്നും നമ്മൾ ഡ്രൈവ് ചെയ്തെടുത്താണ് ഈ ഒരു സൈഡ് CE എന്ന് പറയുന്നത് ND ആണെന്നുള്ളത്. ഇതിൻ്റെ ഡെപ്ത്ത്, അതായത് DE എന്ന് പറഞ്ഞ ലെങ്ത് എത്രയാണ്? D ആണ്, എന്നുവെച്ചാൽ ഡെപ്ത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാം. നമുക്ക് അറിയേണ്ട ഒരു സംഭവം CD എന്ന് പറഞ്ഞ ലെങ്ത് എത്രയാണെന്നുള്ളതാണ്. ഓക്കെ, CD കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. CD ഈക്വൽ ടു റൂട്ട് ഓഫ് CE സ്ക്വയർ പ്ലസ് DE സ്ക്വയർ. CE സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേനും എത്രയാണ് വരുന്നത്? ND സ്ക്വയർ പ്ലസ് DE സ്ക്വയർ. DE സ്ക്വയർ എന്ന് പറഞ്ഞാൽ D സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് N സ്ക്വയർ D സ്ക്വയർ പ്ലസ് D സ്ക്വയർ. രണ്ടിലും D സ്ക്വയർ കോമൺ ആയതുകൊണ്ട് നമുക്ക് D സ്ക്വയറിനെ പുറത്തെടുക്കാം. റൂട്ട് ഓഫ് D സ്ക്വയർ കൂടെ എന്ത് വരും? ഇവിടെ നിന്ന് ബാക്കിയുള്ളത് N സ്ക്വയർ, ഇവിടെ ഒരു 1ഉം പ്ലസ് 1. ഇങ്ങനെ മാറ്റി എഴുതാം. റൂട്ട് ഓഫ് D സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D ഇൻറ്റു റൂട്ട് ഓഫ് N സ്ക്വയർ പ്ലസ് 1. ഇതാണ് എന്തെന്ന് പറയുന്നത്? സ്ലോപ്പിംഗ് സൈഡ് CD എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സ്ലോപ്പിംഗ് സൈഡ് CD ഈക്വൽ ടു എന്ത് വന്നു? D ഇൻറ്റു റൂട്ട് ഓഫ് N സ്ക്വയർ പ്ലസ് 1 എന്ന് വന്നു. അപ്പോൾ നമുക്കിനി അത് ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു CDൻ്റെ സ്ഥാനത്തുള്ള വാല്യൂസ് നമുക്ക് കൊടുക്കാം. 2 ഇൻറ്റു D റൂട്ട് ഓഫ് N സ്ക്വയർ പ്ലസ് 1, BCൻ്റെ സ്ഥാനത്ത് പ്ലസ് B. ഓക്കെ, 2D റൂട്ട് ഓഫ് N സ്ക്വയർ പ്ലസ് 1 പ്ലസ് B. ഇതാണ് നമ്മളുടെ വെറ്റഡ് പെരിമീറ്റർ Pയുടെ ഇക്വേഷൻ. സോ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് മാർക്ക് ചെയ്യാം. വെറ്റഡ് പെരിമീറ്റർ Bക്ക് ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ബി ഈക്വൽ ടു എന്താണ് എ ബൈ ഡി മൈനസ് എൻ ഡി എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ ആ വാല്യൂ നമുക്കിവിടെ കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 2 in 3 implies P equal to 2d root of n square plus 1. അതിന് ചേഞ്ച് ഒന്നുമില്ല. ആ ഇക്വേഷൻ പ്ലസ് എന്താണ് ബിയുടെ ഇക്വേഷൻ എ ബൈ ഡി മൈനസ് എൻ ഡി. ജസ്റ്റ് അതൊന്നും അവിടെ കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എ ബൈ ഡി മൈനസ് എൻ ഡി പ്ലസ് 2d root of n square plus 1 which is equal to P. Equation number 4. കഴിഞ്ഞ വീഡിയോയിൽ, അതായത് റെക്റ്റാങ്കുലർ ചാനൽ ചെയ്ത സമയത്ത് Q മാക്സിമം ആവണമെന്നുണ്ടെങ്കിൽ P മിനിമം ആവണം എന്നാണ് പറഞ്ഞത്. P മിനിമം ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? P മിനിമം ആവാൻ വേണ്ടിയിട്ട് മാത്തമാറ്റിക്കലി നമ്മൾ എന്താ ചെയ്തത്? ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു ഡി. ഡി ആണ് ഇവിടുത്തെ വേരിയബിൾ. അപ്പോൾ സോ ഡി റിലേറ്റഡ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അതായത് ഡി പി ബൈ ഡി ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡെറിവേറ്റീവ് ഓഫ് ഡി ആണ്. പിയുടെ വാല്യൂ എ ബൈ ഡി മൈനസ് എൻ ഡി പ്ലസ് 2d റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എന്ത് ചെയ്യാം? ഡി വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ദെൻ മൈനസ് എ ബൈ ഡി സ്ക്വയർ 1 ബൈ ഡി മൈനസ് 1 ബൈ ഡി സ്ക്വയർ മൈനസ് എൻ കോൺസ്റ്റൻറ്റ് എൻ ദെൻ പ്ലസ് 2 റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു 0ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യണത്. ഓക്കെ, ഈക്വൽ ടു 0 ആണ്. ഡി പി ബൈ ഡി ഡി ഈക്വൽ ടു 0 ആണ്. ദെൻ ഈ ഒരു ടേമിനെ മാത്രം നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം. 2 ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു എ ബൈ ഡി സ്ക്വയർ പ്ലസ് എൻ. ക്ലിയർ ആണല്ലോ? ഈ ഒരു ടേമിനെ മാത്രം ഇവിടെ നിർത്തി ഈ സൈഡിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ, എയുടെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? എ ഈക്വൽ ടു ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി. എ ഈക്വൽ ടു ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി. 1 in this equation gives 2 into root of n square plus 1 equal to എയുടെ സ്ഥാനത്ത് ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ പ്ലസ് എൻ. ഓക്കെ, നമുക്കൊന്ന് മാറ്റി എഴുതാം. 2 ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1. ഇവിടെ വരുന്ന മാറ്റം എന്താണ്? ബി ഡി പ്ലസ് എൻ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ പ്ലസ് എൻ. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുണ്ടായിരുന്നില്ല. ഡി ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോവുമായിരുന്നു. ഇവിടുത്തെ ഒരു സ്ക്വയറും ഈ ഒരു ഡിയും കൂടെ ക്യാൻസൽ ചെയ്ത് പോവുമായിരുന്നു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ബി പ്ലസ് എൻ ഡി ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1. ഓക്കെ, എന്നാണ് കേട്ടോ ഇവിടെ ഞാനിവിടെ 2 എന്നാണ് എഴുതിയേക്കുന്നത്. ദെൻ ഈ ഒരു ടേമിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ബൈ 1 ആണ്. സോ ബി പ്ലസ് എൻ ഡി പ്ലസ് എൻ ഡി ഡിവൈഡഡ് ബൈ ഡി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ടേം കിട്ടും. ഇറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു ബി പ്ലസ് 2 എൻ ഡി ഡിവൈഡഡ് ബൈ ഡി. ക്ലിയർ ആണല്ലോ? ഈ ഒരു ഡീനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. 2 ഇൻറ്റു ഡി ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു ബി പ്ലസ് 2 എൻ ഡി. നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ടേമിന് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ബി പ്ലസ് 2 എൻ ഡി ഉണ്ടല്ലേ? ബി പ്ലസ് 2 എൻ ഡി എന്ന് പറയുന്നത് എന്തായിരുന്നു? ടോപ്പ് വിഡ്ത്ത് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ട ഒരു ടേം ആണെന്നുള്ളത്.
ബി പ്ലസ് ടു എൻ ഡി എന്ന് പറയുന്നത് എന്താണ്? ടോപ്പ് വിഡ്ത്ത് ആയിരുന്നു. ദെൻ ഈ സൈഡിലുള്ള ഈ ഒരു ടേം ഡി ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1, ഈ ടേമിനെ എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? നമ്മളിത് ഇപ്പം ഡിറൈവ് ചെയ്തെടുത്തില്ലേ? സി ഡി എന്ന് പറഞ്ഞ ലെങ്ത്ത്. എന്താണ് ഈ സി ഡി എന്ന് പറഞ്ഞ ലെങ്ത്ത്? ട്രപ്പിസോയിഡലിൻ്റെ സ്ലോപ്പിംഗ് സൈഡാണ്. അതായത് സ്ലോപ്പിംഗ് സൈഡിൻ്റെ ഇക്വേഷൻ ആയിരുന്നു ഡി ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 എന്നുള്ളത്. അതായത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് എന്തായിരുന്നു? 2 ടൈംസ് ഓഫ് ദി സ്ലോപ്പിംഗ് സൈഡ് ഈക്വൽ ടു ടോപ്പ് വിഡ്ത്ത്. അതായിരുന്നു നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഹാഫ് ഓഫ് ദി ടോപ്പ് വിഡ്ത്ത് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി വൺ ഓഫ് ദി സ്ലോപ്പിംഗ് സൈഡ്. അതായിരുന്നു ഫസ്റ്റ് കണ്ടീഷൻ അല്ലേ? അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ പ്രൂവൺ ചെയ്തു നമ്മൾ. ഡി ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 ടേംസിൽ പറഞ്ഞ പോലെ മാറ്റി എഴുതുകയാണ്. ബി പ്ലസ് 2 എൻ ഡി ബൈ 2. ഈ 2നെ പുറത്തേക്ക് കൊണ്ടുപോയിന്നേ ഉള്ളൂ. ഓക്കെ, സ്ലോപ്പിംഗ് സൈഡ് ഈക്വൽ ടു ഹാഫ് ഓഫ് ടോപ്പ് വിഡ്ത്ത്. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടീഷനിലേക്ക് പോവാം. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എം ഈക്വൽ ടു എന്താണ്? ഡി ബൈ 2 ആണ്. എം ഈക്വൽ ടു എന്താണ്? ഡി ബൈ 2 ആണ്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യണം. എം ഈക്വൽ ടു ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എം ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? വെറ്റഡ് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ. ദാറ്റ് മീൻസ് എ ബൈ പി. ഓക്കെ, ഹിയർ നമുക്ക് എ എന്താണെന്നുള്ളത് അറിയാം. നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് വെച്ചിരുന്നതാണ് എന്താണ് ട്രപ്പിസോഡിയൽ സെക്ഷൻ്റെ ഏരിയ എന്നുള്ളത്. ഏരിയ ഓഫ് ദി സെക്ഷൻ ഇക്വേഷൻ നമ്പർ 1 ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി. സോ നമുക്കതിവിടെ മാറ്റി എഴുതാം. എയുടെ സ്ഥാനത്ത് ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ പി ആണുള്ളത്. എ ഈക്വൽ ടു എന്തായിരുന്നു? ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി. ഓക്കെ, ഇനി പി കാണണം. വെറ്റഡ് പെരിമീറ്റർ ആണ് പി എന്ന് പറയുന്നത്. പിയുടെ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 2 ഇൻറ്റു ഡി റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 പ്ലസ് ബി. നമുക്കത് മാർക്ക് ചെയ്യാം. ബി പ്ലസ് 2 ഇൻറ്റു ഡി ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 അല്ലേ? ഇത് ഭാഗമുണ്ടല്ലോ. 2 ടൈംസ് ഓഫ് ഡി ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് ഡി ഇൻറ്റു എൻ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു എന്താണ്? ബി പ്ലസ് 2 എൻ ഡി ആണ്. ആ ബി പ്ലസ് 2 എൻ ഡിനെ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. പി ഈക്വൽ ടു ബി പ്ലസ് 2 എൻ ഡി. ഈ 2d ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1നെയാണ് ഞാൻ ബി പ്ലസ് 2 എൻ ഡി ആക്കി മാറ്റി എഴുതിയത്. ഈ ഒരു ബി ഇവിടെ ഓൾറെഡി ഉള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനതിവിടെ എഴുതാൻ പോവാണ്. ബി പ്ലസ് 2 എൻ ഡി. ഓക്കെ, വെറ്റഡ് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ. ക്ലിയർ ആണല്ലോ? നമുക്കൊന്നുകൂടി മാറ്റി എഴുതാം. ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ ബി പ്ലസ് 2 എൻ ഡി അല്ലേ? അപ്പോൾ എങ്ങനെയാണ് മാറ്റി എഴുതുക? ഡിവൈഡഡ് ബൈ 2b പ്ലസ് 2 എൻ ഡി. നമുക്ക് എന്ത് ചെയ്യാം? 2നെ കോമൺ അല്ലേ? അപ്പോൾ 2നെ നമുക്ക് പുറത്തെടുക്കാം. ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ 2b പ്ലസ് എൻ ഡി. ഇവിടെയും ബി പ്ലസ് എൻ ഡി ഉണ്ട്, ഇവിടെയും ബി പ്ലസ് എൻ ഡി ഉണ്ട്. കട്ട് ചെയ്യാം. സോ എം ഈക്വൽ ടു, എം എന്നാണല്ലോ നമ്മൾ തുടങ്ങിയത് അല്ലേ? എം ഈക്വൽ ടു ഡി ബൈ 2. ഇതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ കേട്ടോ. എം ഈക്വൽ ടു ഡി ബൈ 2. അപ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷൻസും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്ലോപ്പിംഗ് സൈഡ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി ടോപ്പ് വിഡ്ത്ത് ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഈസ് ഈക്വൽ ടു ദി ഹാഫ് ഓഫ് ദി ഡെപ്ത് ഓഫ് ഫ്ലോക്ക് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ കണ്ടീഷനാണ്. മൂന്നാമത്തെ കണ്ടീഷൻ ഇതാണ്. എ സെമി സർക്കിൾ ഡ്രോൺ ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ടോപ്പ് വിഡ്ത്ത് വിത്ത് എ റേഡിയസ് ഈക്വൽ ടു ദി ഡെപ്ത് ഓഫ് ഫ്ലോ ഇറ്റ് വിൽ ടച്ച് ദി 3 സൈഡ്സ് ഓഫ് ദി ചാനൽ. ഞാനൊരു ട്രപ്പിസോഡിയൽ സെക്ഷൻ ഇവിടെ വരച്ചിട്ടുണ്ട്.
ഇതാണ് ടോപ്പ് വിഡ്ത്ത്. ആ വെള്ളം വരുന്ന പോർഷൻ എത്രയാണോ നിറഞ്ഞു നിൽക്കുന്നത് അത്രയും പോർഷൻ ടോപ്പ് വിഡ്ത്ത്. ടോപ്പ് വിഡ്ത്തിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു. സെൻറ്ററിന് നമുക്ക് O എന്ന് നെയിം ചെയ്യാം. ഈ ഡെപ്ത് ഓഫ് ഫ്ലോ, അതായത് വെള്ളത്തിൻ്റെ ആ ഒരു ആഴം എന്ന് പറയുന്നത് D ആണ്. ഈ സെൻറ്ററിൽ നിന്നും ഒരു സെമി സർക്കിൾ ഡ്രോ ചെയ്യാണ്. ഞാൻ വരയ്ക്കുമ്പം അത് സെമി സർക്കിൾ എന്നൊക്കെ മാറുന്നുണ്ട്. പക്ഷെ ഒരു സെമി സർക്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഇതാണ്, വിത്ത് റേഡിയസ്. ഈ സെമി സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു D ആയിരിക്കണം. സെമി സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് D ആണ്. D എന്നുള്ള റേഡിയസിൽ ഒരു സെമി സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിൾ ഇതിൻ്റെ 3 സൈഡ്സിനെയും ടച്ച് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ എന്താണ്? മോസ്റ്റ് ഇക്കണോമിക്കൽ ചാനലാണ്. അപ്പോൾ ഈ 3 സൈഡ്സിലേക്കും നമുക്ക് എന്ത് ചെയ്യാം? പെർപെൻഡിക്കുലറായിട്ട് അതിലെ റേഡിയസുകൾ മാർക്ക് ചെയ്യാം. ഈ റേഡിയസ് എല്ലാം എന്തിന് ഈക്വൽ ആയാൽ മതി? ഡെപ്ത് ഓഫ് ഫ്ലോക്ക് ഈക്വൽ ആയാൽ മതി. ഇതെല്ലാം D ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണ്ടീഷനും എന്താണ്? ഓക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇതെന്താണ്? ഓട്ടോമാറ്റിക്കലി D ആണ്. ഈ ഡിസ്റ്റൻസ് D ആയതുകൊണ്ട് ഇതും എന്താണ്? D ആണ്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്ലോപ്പിംഗ് സൈഡിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് മാർക്ക് ചെയ്യുന്ന റേഡിയസും ഡെപ്ത് ഓഫ് ഫ്ലോക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ഡെറിവേഷനിലൂടെ ചെയ്യുന്നത്. അങ്ങനെ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഓക്കെ ആയി. ക്ലിയർ ആണല്ലോ? ഈ ഫിഗറിന് ഞാൻ ഒന്നുകൂടി റീഡ്രോ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. സോ ഫിഗർ ഒന്നും മാറ്റി വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രപ്പിസോയിഡൽ ചാനൽ. ഈ ട്രപ്പിസോയിഡൽ ചാനലിനകത്ത് സെൻറ്റർ പോയിൻറ്റിനെ മാർക്ക് ചെയ്തു. സെൻറ്റർ പോയിൻ്റ് ഈസ് നെയിംഡ് ആസ് O, A, B, C, D. ദെൻ നമുക്കിവിടെ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കാം. എക്സ്റ്റൻഷൻ കറക്റ്റ് ഇത് എത്രയാണ്? D ആണല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിൻറ്റിനെ E എന്ന് വിളിക്കാം. ക്ലിയർ? ഇത് D ആണ്. ഈ ലെങ്ത് എത്രയായിരുന്നു? ഇവിടുത്തെ കണ്ടീഷൻ 1 വെർട്ടിക്കൽ n ഹൊറിസോണ്ടൽ ആയിരുന്നു. സോ n D ആണ്. ക്ലിയർ? n D ആണ്. ബേസ് വിഡ്ത്ത് B ആണ്. ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു പോർഷൻ ഇവിടെയുണ്ട്, ഈ ഒരു ഭാഗത്തുണ്ട്. അതും ND ആണ്. ND പ്ലസ് ND പ്ലസ് B പ്ലസ് 2ND. ഇതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു അല്ലേ? B പ്ലസ് 2ND. ദെൻ സ്ലോപ്പിംഗ് സൈഡിൻ്റെ ലെങ്ത്ത് D ഇൻറ്റു റൂട്ട് ഓഫ് n സ്ക്വയർ പ്ലസ് 1. ഓക്കെ, തീറ്റ ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ സ്ലോപ്പിംഗ് സൈഡ് വിത്ത് ദി ഹൊറിസോണ്ടൽ. അങ്ങനെ പറയുന്നത് ഏതാണ്? ഈ ഒരു ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ആംഗിൾ തീറ്റ. ഇവിടെയും അതുപോലെ ആംഗിൾ തീറ്റ. ഓക്കെ, ഹൊറിസോണ്ടലുമായിട്ട് സ്ലോപ്പിംഗ് സൈഡ് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് മാർക്ക് ചെയ്യുള്ളത് O ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ടോപ്പ് വിഡ്ത്ത്. O ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ടോപ്പ് വിഡ്ത്ത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ മിഡ് പോയിൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു സെമി സർക്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സെമി സർക്കിൾ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D ആയിരിക്കും. ഡെപ്ത് ഓഫ് ഫ്ലോ തന്നെയാണ്. ഇതിൻ്റെ സെൻറ്ററിലേക്ക്, അതായത് ഈ സ്ലോപ്പിംഗ് സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് വരയ്ക്കുന്ന ലൈന് അതും D ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഓക്കെ ആണെന്ന് പറയാം. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ചെയ്യണേ. കൺസിഡർ ട്രയാങ്കിൾ OD. ഈ ഒരു പോയിന്റ് അതിനെ നമുക്ക് നെയിം ചെയ്യാം, F എന്ന് നെയിം ചെയ്യാം. F. ഓക്കെ, ODF. ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു കുഞ്ഞ് ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യണേ. ODF. ക്ലിയർ ആണല്ലോ? ODF. ഈ ഒരു ട്രയാങ്കിൾ ODFനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യണേ. അപ്പോൾ ആ ട്രയാങ്കിളിനെ ഞാൻ ഇവിടെ ഒന്നുകൂടി മാറ്റി വരയ്ക്കാം. OD, സ്ലോപ്പിംഗ് സൈഡിൻ്റെ മിഡ് പോയിൻ്റ് F, പിന്നെ നമ്മളുടെ പ്രൂവ് ചെയ്യാനുള്ള സൈഡ്. ഓക്കെ, ആ ഒരു ട്രയാങ്കിളിനെ ഇങ്ങോട്ട് മാറ്റി വരച്ചിട്ടുണ്ട്, നെയിം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഈ ആംഗിൾ എന്താണ്? ഈ ഒരു ആംഗിൾ തീറ്റയാണ്. അതായത് സ്ലോപ്പിംഗ് സൈഡ് ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ആംഗിൾ ODF
എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആംഗിളും എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. ഇതാണ് കണ്ടീഷൻ. ഈ ആംഗിൾ തീറ്റ ആണെന്നുണ്ടെങ്കിൽ സിമിലർലി ഈ ആംഗിളും തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് ആംഗിൾ ഒ ഡി എഫ് ഈക്വൽ ടു എന്താണ് വരുന്നത്? തീറ്റയാണ്. ആംഗിൾ ഒ ഡി എഫ് ഈക്വൽ ടു തീറ്റ. ക്ലിയർ ആണല്ലോ? ദെൻ വി ഹാവ് ടു ഫൈൻഡ് സൈൻ തീറ്റ. സൈൻ തീറ്റ ഈക്വൽ ടു എന്താ വരുന്നത്? ഒ എഫ് ബൈ ഒ ഡി. ഓക്കെ, ഒ എഫ് ബൈ ഒ ഡി എന്ന് വരുന്നു സൈൻ തീറ്റ. ദെൻ ഒ എഫ് ഈക്വൽ ടു ഒ ഡി ഇൻറ്റു സൈൻ തീറ്റ. നമുക്കിതിന് ഇക്വേഷൻ നമ്പർ 1 ആക്കി മാറ്റി വയ്ക്കാം. കൺസിഡർ അനദർ ട്രയാങ്കിൾ. നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ വരച്ചിട്ടുള്ള ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഡി ഇ സി ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, കൺസിഡർ ട്രയാങ്കിൾ ഡി ഇ സി. ഞാൻ ആ ട്രയാങ്കിളിനെയും ഇവിടെ മാറ്റി വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ആ ട്രയാങ്കിൾ ഇരിക്കുന്നത്. ഇവിടെ ഡി, ഇവിടെ ഇ, ഇവിടെ സി. നമുക്ക് ഈ ആംഗിളാണ് ഇവിടെ തീറ്റ മാർക്ക് ചെയ്തിരിക്കുന്നത്. സ്ലോപ്പിംഗ് സൈഡ്. ഈ ലെങ്ത് എത്രയാണ്? ടി ആയിട്ട് നമുക്കുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ നിന്നും സൈൻ തീറ്റ. സൈൻ തീറ്റ എന്താ വരുന്നത്? സൈൻ തീറ്റ ഈക്വൽ ടു ഡി ഇ ബൈ ഡി സി. ഡി ഇ ബൈ ഡി സി. ഡി ഇ ഈക്വൽ ടു ഡി. ദെൻ ഡി സി എന്താണ്? ഡി സി എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഡി സി എന്ന് പറയുന്നത് സ്ലോപ്പിംഗ് സൈഡാണ്. സ്ലോപ്പിംഗ് സൈഡും നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. ഡി ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1. ഡി ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1. അപ്പോൾ അതും കൊടുക്കാം. ഡി ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഡി രണ്ടിലുണ്ട്, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് വരുന്നത് സൈൻ തീറ്റ ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ഇക്വേഷൻ നമ്പർ 1 എന്താണ്? ഒ എഫ് ഈക്വൽ ടു ഒ ഡി സൈൻ തീറ്റ. അപ്പോൾ നമ്മളത് എടുക്കുകയാണ്. ഇക്വേഷൻ നമ്പർ 1 ഈക്വൽ ടു ഒ എഫ് ഈക്വൽ ടു ഒ ഡി സൈൻ തീറ്റ. ഒ ഡി സൈൻ തീറ്റ. ഒ ഡി ഇൻറ്റു സൈൻ തീറ്റയുടെ സ്ഥാനത്ത് നമ്മളിപ്പം കണ്ടുപിടിച്ച വാല്യൂ 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എൻ സ്ക്വയർ ഓ എൻ സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഇനി ഈ ഒ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ്? നമുക്ക് ഫിഗറിലേക്ക് തന്നെ തിരിച്ചു വരാം. ഒ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ്? ടോപ്പ് വിഡ്ത്തിൻ്റെ പകുതിയാണ് അല്ലേ? ഈ ടോപ്പ് വിഡ്ത്തിൻ്റെ പകുതിയാണ് ഒ ഡി എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോപ്പ് വിഡ്ത്തിൻ്റെ സെൻറ്ററിലാണ് ഒ മാർക്ക് ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ ഒ ഡി എന്ന് പറയുന്നത് ടോപ്പ് വിഡ്ത്തിൻ്റെ പകുതിയാണ് അല്ലേ? അപ്പോൾ ഒ ഡിക്ക് നമുക്ക് ടോപ്പ് വിഡ്ത്തിൻ്റെ പകുതി, ടോപ്പ് വിഡ്ത്ത് ബൈ 2, ടോപ്പ് വിഡ്ത്ത് ബൈ 2 ഇൻറ്റു 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എൻ സ്ക്വയർ ഓ എൻ സ്ക്വയർ പ്ലസ് 1. ദെൻ ടോപ്പ് വിഡ്ത്ത് ബൈ 2 എന്നുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ടോപ്പ് വിഡ്ത്ത് എന്തായിരുന്നു? ബി പ്ലസ് 2 എൻ ഡി ബൈ 2 ഇൻറ്റു 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എൻ സ്ക്വയർ. ടോപ്പ് വിഡ്ത്തിൻ്റെ പകുതി എന്ന് പറയുന്നത് വൺ ഓഫ് ദ സ്ലോപ്പിംഗ് സൈഡിന് ഈക്വൽ ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വൺ ഓഫ് ദ സ്ലോപ്പിംഗ് സൈഡിന് ഈക്വൽ ആണ് ടോപ്പ് വിഡ്ത്തിൻ്റെ പകുതി. സോ ഡി ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എൻ സ്ക്വയർ. ഇതാണ് വൺ ഓഫ് ദ സ്ലോപ്പിംഗ് സൈഡ് എന്ന് പറയുന്നത്. അത് ഈക്വൽ ആണ് എന്ത് പറയുന്നത്? ഈ ഒരു വാല്യൂ ഇൻറ്റു 1 പ്ലസ് എൻ സ്ക്വയർ. രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കിയുള്ളത് ഡി മാത്രം. അതായത് നമ്മൾ ഒ എഫ് എന്ന ഡിസ്റ്റൻസ് ഡി ആണെന്ന് പ്രൂവ് ചെയ്തു. സിമിലർലി ഈ സൈഡും എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും? ഡി ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതൊരു സെമി സർക്കിളാണ്. ഈ സെമി സർക്കിൾ 3 ഭാഗങ്ങളെയും ടച്ച് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്തു. അങ്ങനെ ടച്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മോസ്റ്റ് ഇക്കണോമിക്കൽ ചാനൽ സെക്ഷൻ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോയ്ക്കകത്ത് പ്രൂവ് ചെയ്തത് മോസ്റ്റ് ഇക്കണോമിക്കൽ ട്രപ്പസോയിഡൽ സെക്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഉള്ള 3 കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി ടോപ്പ് വിഡ്ത്ത്, ടോപ്പ് വിഡ്ത്തിൻ്റെ പകുതി, ഹാഫ് ഓഫ് ദി ടോപ്പ് വിഡ്ത്ത് ഈക്വൽ ടു വൺ ഓഫ് ദ സ്ലോപ്പിംഗ് സൈഡിന് ഈക്വൽ ആയിരിക്കും. ലെങ്ത് ഓഫ് ദി സ്ലോപ്പിംഗ് സൈഡിന് ഈക്വൽ ആയിരിക്കണം. ഇക്വേഷൻ എല്ലാം അറിഞ്ഞിരിക്കണം. എം ഈക്വൽ ടു ഡി ബൈ 2ന് ഈക്വൽ ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? സെമി സർക്കിൾ ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സെമി സർക്കിൾ എന്തായിരിക്കണം? 3 ഭാഗങ്ങളെയും ഈക്വലി ടച്ച് ചെയ്തിട്ടായിരിക്കണം പാസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇത്രയും ആണെങ്കിലാണ് ആ ഒരു സെക്ഷൻ
മോസ്റ്റ് ഇക്കണോമിക്കൽ ചാനൽ സെക്ഷൻ ആണെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു 3 കാര്യങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് ഇനി വരുന്ന പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 കണ്ടീഷൻസ് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ള ഓരോ പ്രോബ്ലംസും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്.